കെവിൻ പീറ്റർ, മുജീബ് റഹ്മാൻ പറയുന്നു, മാത്രമല്ല കേരളത്തിലെ സർക്കാർ അതുപോലെ പ്രതിപക്ഷം എല്ലാം പറയുന്നു അവിടെ മുനമ്പത്ത് ഉള്ളവർ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, അവരെ അവിടെ നിന്ന് ആരും ഇറക്കി വിടില്ല എന്നൊക്കെ പറയുന്നു. ഇത്രയും എളുപ്പത്തിൽ പിന്നെ തീർക്കാവുന്ന ഒരു പ്രശ്നമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കാലതാമസം എന്ന് കഴിഞ്ഞ എല്ലാ ഡിബേറ്റുകളിലും ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രതിനിധികളോട്. പക്ഷെ അതിന് ഉത്തരവൊന്നുമില്ല. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന വിഷയമേ ഉള്ളൂ എന്ന് പറയുന്നു. 22-ാം തീയതി ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കുമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടുള്ള ഗിമ്മിക്കാണോ എന്നറിയില്ല. ഈ മുനമ്പം സമരം, അതിൻ്റെ യാഥാർത്ഥ്യം അത് കൃത്യമായിട്ട് താങ്കളെപ്പോലുള്ളവർക്ക് അറിയാം. അവിടെ ഇപ്പോൾ സർക്കാരും പ്രതിപക്ഷവും, അതായത് ഭരണകക്ഷിയും പ്രതിപക്ഷവും പറയുന്നത് അതിനെ വർഗീയമായിട്ട് മുതലെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ടേക്ക് ഹൈന്ദവ സംഘടനകളുടെ നേതാക്കന്മാരും, ഇന്നിപ്പോൾ ഇതാ കേന്ദ്രമന്ത്രി തന്നെ അവിടെ സന്ദർശിച്ചു, സമരപ്പന്തലിലെത്തി കൃത്യമായിട്ടുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ട്, ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ വർഗീയ മുതലെടുപ്പ് നടത്തുന്നുണ്ടോ എന്നൊക്കെ പറയേണ്ടത് ഈ എഫക്റ്റഡ് പാർട്ടീസാണ്. അവരുടെ പ്രതിനിധി എന്ന നിലയിൽ എന്താണ് ശ്രീ കെവിൻ പീറ്റർ താങ്കൾക്ക് വ്യക്തമാക്കാനുള്ളത്? ശ്രീ കെവിൻ പീറ്റർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇപ്പോൾ സംസാരിച്ച പ്രിയപ്പെട്ട അഷ്റഫ്, അദ്ദേഹത്തെ പോലുള്ളവരാണ് ശരിക്കും തെറ്റിദ്ധാരണ പടർത്തുകയും ഇരകളോടൊപ്പമാണ് എന്ന തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് വേട്ടക്കാരനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും അസത്യങ്ങളും അർദ്ധസത്യങ്ങളുമാണ്. ശരിക്കും ഇവര് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ മുൻപത്തെ ആ പാവങ്ങൾക്കൊപ്പമാണ്. എങ്കിൽ എന്തുകൊണ്ടാണ് ഇവര് വഖഫ് ബോർഡിനോട് അവരുടെ റവന്യൂ അവകാശങ്ങളെ തടഞ്ഞിരിക്കുന്ന ആ ഒരു ഇത് പിൻവലിക്കാൻ ആവശ്യപ്പെടാത്തത്? നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ തീരാവുന്നതേ ഉള്ളൂ. അങ്ങനെ അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? അവരെ വിശ്വാസത്തിലെടുക്കണം, അവരുടെ പ്രശ്നം തീരുമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? അവരുടെ റവന്യൂ അവകാശങ്ങളെ തടഞ്ഞിരിക്കുന്ന വഖഫ് ബോർഡിന്റെ നടപടി പിൻവലിക്കാൻ കുഞ്ഞാലിക്കുട്ടി ആയാലും മറ്റു മുസ്ലിം സംഘടനകളായാലും കോൺഗ്രസ് ആയാലും ഒക്കെ ആവശ്യപ്പെടണം. എന്താ നിങ്ങളത് ചെയ്യാത്തത്? നിങ്ങൾ ചെയ്യുന്നില്ല. അവിടെ നിങ്ങൾ ഇപ്പം അവിടുത്തെ മഹല്ല് കമ്മിറ്റിയുടെ ആളല്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2023 ഡിസംബറിൽ അവിടുത്തെ മഹല്ല് കമ്മിറ്റികളുടെ കോർഡിനേഷൻ, അതിന്റെ ചെയർമാൻ ആയിട്ടുള്ള മുഹമ്മദ് വെട്ടത്തിന്റെ നേതൃത്വത്തിൽ പറവൂരിൽ ഒരു യോഗം കൂടിയിട്ട് വഖഫ് ബോർഡിന്റെ നിലപാടിനെ നിങ്ങളെ ആ മുഹല്ല് കമ്മിറ്റികളുടെ കൂട്ടായ്മയാണ്, അതായത് ചെറായി ഭാഗത്തെയും പറവൂരെ എല്ലായിടത്തെയും മഹല്ലുകളുടെ കമ്മിറ്റികളുടെ കൂട്ടായ്മയാണ്. അതിന്റെ ചെയർമാൻ മുഹമ്മദ് വെട്ടത്താണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് യോഗം കൂടിയിട്ട് ഈ വഖഫ് ബോർഡിന്റെ ഇവരെ കുടിയിറക്കാനുള്ള നിലപാടുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അവിടെ വന്നിരുന്ന് പറയുന്നു ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. ഇപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. നിങ്ങൾ കാണിക്കുന്നതെല്ലാം തഖിയ എന്ന് പറയുന്ന പരിപാടിയാണ്. ഇപ്പൊ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, കത്ത് കൊടുത്തത് ആർക്കൊക്കെയാണെന്ന് ചോദിക്കുന്നത്. കത്തോ പ്രേമലേഖനോ അല്ലല്ലോ കൊടുത്തത്. നിങ്ങള് റവന്യൂ അവകാശം തടഞ്ഞിരിക്കുന്ന റിസോർട്ടുകാരുടെ മാത്രമാണോ? അല്ലല്ലോ. അവിടെ 3 സെന്റ് ഉള്ളവന്റെയും 5 സെന്റ് ഉള്ളവന്റെയും റവന്യൂ അവകാശങ്ങൾ തടഞ്ഞിട്ടില്ലേ? അവരുടെ കരം സ്വീകരിക്കാതിരിക്കുക, അവർക്ക് ലോണ് കിട്ടാതിരിക്കാനുള്ള വകുപ്പ് ഒപ്പിക്കുക, ഇതെല്ലാം നിങ്ങൾ എല്ലാവരുടെയും ഒരേപോലെയല്ലേ ചെയ്തിരിക്കുന്നത്? പിന്നെ കത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആളെ പറ്റിക്കാനല്ലേ ആ ചോദ്യം ചോദിക്കുന്നത്? നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ പേരിന് റിസോർട്ടുകാർക്കോ ആർക്കെങ്കിലും ഒക്കെ കത്ത് കൊടുത്തിട്ടുണ്ടാവും. ഈ റിസോർട്ടൊന്നും ചുമ്മാ പൊട്ടിമുളച്ച് വന്നൊന്നുമല്ലല്ലോ, അവര് കയ്യേറി ഒന്നും ചെയ്തൊന്നുമല്ലല്ലോ. അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ അവര് കാശ് കൊടുത്ത് വാങ്ങി അത് ഇവിടുത്തെ സർക്കാർ തന്നെയല്ലേ രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. റിസോർട്ടിന് ലൈസൻസ് കൊടുത്തതും ആ കെട്ടിടം പണിയാൻ അനുമതി കൊടുത്തതും ഇവിടുത്തെ സർക്കാർ തന്നെയല്ലേ. അപ്പൊ അവർക്ക് നിങ്ങൾ വ്യക്തത വരുത്തണം. ഇപ്പൊ അദ്ദേഹം ഞാൻ 610 കുടുംബങ്ങളുടെ കാര്യം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ അത്രയൊന്നും ഇല്ലാന്ന്, 200 സംതിങ് പറഞ്ഞിരിക്കുന്നത്. അതിലൊരു വ്യക്തത ഒരിക്കലുമല്ല 600-നടുത്ത് കുടുംബങ്ങളുണ്ട്, ഈ പറയുന്ന കുടുംബങ്ങളുണ്ട്. പിന്നെ ഇവര് വർഗീയതയുടെ കാര്യം പറയുന്നു. അവിടെ 200-നടുത്ത് ഹിന്ദു കുടുംബങ്ങളുണ്ട്. അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രമാണ് ആ പ്രശ്നം നേരിടുന്നത്. ഹിന്ദു കുടുംബങ്ങളുടെ കാര്യം കൂടെ അവിടുത്തെ രൂപതാ വൈദികരും ബാക്കിയുള്ളവരും കൂടെ നോക്കണമെന്ന് നിങ്ങൾ പറയുന്നതിന് എന്താ അർത്ഥം? ഹിന്ദു ആളുകളുടെ വിഷയം പരിഹാരത്തിൽ ഇടപെടാനായിട്ട്. പക്ഷെ അവിടെ വരുന്ന ഒരു ഹിന്ദു സംഘടന പോലും മതം തിരിച്ച് ഇടപെട്ടിട്ടില്ല. അവിടുത്തെ ആ
വിഷയം നേരിടുന്ന എല്ലാ ജനങ്ങളെയും ഒരേപോലെ കണ്ടുകൊണ്ടാണ് ഇതുവരെ പെരുമാറിയിരിക്കുന്നത്. അപ്പം ഹിന്ദുക്കളുടെ വിഷയമുണ്ട് അവിടെ. 200ഓളം ഹിന്ദു കുടുംബങ്ങളുണ്ട്. അപ്പൊ അവിടെ ശശികല ടീച്ചറോ കുമ്മനം രാജശേഖരനോ വരുന്നത് നിങ്ങൾ തന്നെ വർഗീയമായിട്ട് കാണേണ്ട ആവശ്യം എന്താ? അത് വളരെ തെറ്റാണ്. പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഇവരെല്ലാവരും പറയാൻ മടിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദ്യത്തെ മുനമ്പം വിഷയത്തിലെ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് അത് ഈ ഇപ്പം വഖഫ് സംരക്ഷണ സമിതി കൊടുത്തൊരു കേസല്ലല്ലോ. മുനമ്പത്തെ ഈ ഇപ്പോഴുണ്ടായിരുന്ന ഇത് ഭൂസംരക്ഷണ സമിതിക്ക് മുമ്പ് വേറൊരു സമിതി ഉണ്ടായിരുന്നു, കുടിയാൻ സംഘം എന്ന് പറഞ്ഞിട്ട്. കുടിയാൻ സംഘം, ആ കുടിയാൻ സംഘവും ഫറൂഖ് കോളേജിലും തമ്മിലാണ് ആദ്യത്തെ കേസ്. അത് നിങ്ങൾ ആരും പറയുന്നില്ലല്ലോ. അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരാൾ പോലും മിണ്ടുന്നില്ലല്ലോ. എന്താ കാര്യം? 75-ലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധിയുണ്ട്. ആ പ്രോപ്പർട്ടി വഖഫിന്റെ ആണ്, അല്ല വഖഫിന്റെ അല്ല, ഫറൂഖ് കോളേജിന്റെ ആണ്. ഫറൂഖ് കോളേജിന്റെ പ്രോപ്പർട്ടിയാണ്. അത് ഗിഫ്റ്റ് ഡീഡായി കിട്ടിയ, ഗിഫ്റ്റ് ഡീഡിൻ പ്രകാരം ഫറൂഖ് കോളേജിന് കിട്ടിയ ഭൂമിയാണത്. ഫറൂഖ് കോളേജിന്റെ ആണെന്ന് പറയുന്നുണ്ട്. അല്ലാതെ അന്ന് 75-ലെ വിധിയിൽ അത് വഖഫിന്റെ ഭൂമിയാണെന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ബോധപൂർവം 75-ലെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെ നിങ്ങൾ മറച്ചു വെക്കുകയാണ്, അല്ലെ? അപ്പൊ അന്ന് പറഞ്ഞിരുന്നത് ഇത് ഫറൂഖ് കോളേജിന്റെ ഭൂമിയാണെന്നാണ്. നിസാർ കമ്മീഷന് മുമ്പിലും ഫറൂഖ് കോളേജിന്റെ പ്രതിനിധികൾ പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്നാണ്, അല്ലാതെ വഖഫിന്റെ ആണെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോ ഓരോ സ്ഥലത്തും ഇപ്പം ശങ്കുറ്റി ദാസ് പറഞ്ഞ പോലെ കണ്ണായ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വില കൂടി വരുമ്പോൾ അതൊക്കെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രവണതകൾ കാണിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടുന്നതല്ല. ഇപ്പൊ തന്നെ തുടക്കത്തിൽ ഈ ചർച്ചകളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നത് 9 ലക്ഷം ഏക്കറിന്റെ കണക്കായിരുന്നു. ഇപ്പൊ 38 ലക്ഷത്തിലേക്ക് എത്തി. എന്തുകൊണ്ടാണ് വാംസി എന്ന് പറയുന്ന വഖഫ് ബോർഡിന്റെ സൈറ്റ് നിങ്ങൾ ഡൗൺ ചെയ്തത്? എന്തുകൊണ്ടാണ്? ആ സൈറ്റിന്റെ വിവരം പുറത്തു വന്നപ്പോൾ ആ സൈറ്റിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഡിസ്ട്രിക്ട് തിരിച്ചുള്ള കണക്കുകൾ, ഓരോ ഡിസ്ട്രിക്റ്റിലെയും ഓരോ പ്രോപ്പർട്ടിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാത് പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതെല്ലാം വന്നപ്പോൾ ആളുകൾ ഓരോ സ്ഥലങ്ങളും തിരയാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ആ സൈറ്റ് മനഃപൂർവ്വം ഡൗൺ ആക്കി, അല്ലെ? എന്തുകൊണ്ടാണ്? പൊതുജനം അറിയാതിരിക്കാൻ. അങ്ങനെ അറിഞ്ഞത് കൊണ്ടല്ലേ പല സംഭവങ്ങളും ഇപ്പം ചെല്ലാനത്തുണ്ടെന്നും ഈരാറ്റുപേട്ടയിലുണ്ടെന്നും വൈക്കത്തുണ്ടെന്നും ഒക്കെ ഇങ്ങനെ കൽപ്പാത്തിയിലുണ്ടെന്നും ഒക്കെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അവകാശബോധം ഉന്നയിക്കുക? ഇങ്ങനെ വെച്ച് നോക്കിയാൽ കാടും പുഴകളും എല്ലാം കടന്നാൽ കുറച്ച് ഭൂമി മാത്രമേ മറ്റുള്ളവർക്ക് ഉണ്ടാവൂ. ബാക്കിയുള്ളവരെല്ലാം വനത്തിലേക്ക് ചേക്കേറേണ്ടതായിട്ട് വരും. എന്തൊരു ഇതാണിത്? ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾ കാണിക്കുന്നത് ഇവിടെ 47 ഒരു നിലവിലെ ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിലവിലെ തൽസ്ഥിതി തുടരട്ടെ എന്നാണ് പറഞ്ഞത്. അതായത് ക്ഷേത്രങ്ങൾ കയ്യേറി മുസ്ലിം മോസ്കുകൾ ഉണ്ടാക്കിയാൽ അതേപോലെ തുടരട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം നെഹ്റു ആണ് ഈ ഉണ്ടാക്കി വെച്ചത് മുമ്പ് ചെയ്തിട്ടുള്ള വഖഫ് ഭൂമികൾക്ക് ഏറ്റെടുക്കാം, ഒരു കൂട്ടർക്ക് മാത്രം, മുസ്ലിം സമുദായത്തിന് മാത്രം അവകാശവാദം ഉന്നയിക്കാം എന്നൊരു ഏകപക്ഷീയമായ ഒരു സാധനം ഉണ്ടാക്കി വെച്ചു, അല്ലെ? ഇവിടെ മുഹമ്മദീൻ ഗോറി വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് മുഗളന്മാർ വരുന്നതിന് മുമ്പ് ഈ ഭൂമിയൊക്കെ ആരുടേതായിരുന്നു? ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരായിരുന്നില്ലേ, ഹൈന്ദവ രാജാക്കന്മാരുടെ ആയിരുന്നില്ലേ? അവരുടെ എങ്ങനെ വന്നാലും അവരുടെ പിന്തുടർക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ ഇവിടെ? അതുപോലെ തന്നെയല്ലേ ശ്രീചരിത്രനാൾ മഹാരാജാവ് കൊടുത്ത ഭൂമിക്ക് എങ്ങനെയാണ് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ തീരാധാരം ഉണ്ടാകുന്നത്? അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? തിരുവിതാംകൂർ നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയൻ ലയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് രാജ്യത്തിന്റെ സ്വത്തായിട്ട് മാറിയില്ലേ? പിന്നെ എങ്ങനെയാണ് സേട്ടിന്റെ കയ്യിൽ വരുന്നത്? അപ്പൊ ആ രേഖകളും പരിശോധിക്കണം. പഴയ ആ തീരാധാരത്തിന്റെ കോപ്പിയും ഇവിടെ ചർച്ച ചെയ്യപ്പെടണം. ആ രേഖകളും പുറത്തു വരണം. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരേപോലെ, നിങ്ങൾ ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം ഒരേപോലെ, ഇരയ്ക്കൊപ്പമാണെന്നുള്ള ഇത് കാണിച്ചുകൊണ്ട് നിങ്ങൾ വേട്ടക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾ ഒരാളെങ്കിലും പറഞ്ഞോ നമ്മൾക്ക് ഇത് ചർച്ചയിലൂടെ പരിഹരിക്കാം, അല്ലെങ്കിൽ നിയമപരമായി നമുക്ക് പരിഹരിക്കാം? ആ പരിഹരിക്കുന്നത് വരെ അവരുടെ ആ റവന്യൂ അവകാശങ്ങൾ തടഞ്ഞ നടപടി വഖഫ് ബോർഡ് പിൻവലിക്കണം എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ആവശ്യപ്പെട്ടോ? കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടോ? മറ്റേതെങ്കിലും മത പണ്ഡിതർ ആവശ്യപ്പെട്ടോ? അവിടെ സന്ദർശിച്ചവർ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? എല്ലാരും പറയുന്നത് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, കുടിയിറങ്ങേണ്ടി വരില്ല. അവിടെ തന്നെ ആ ഭൂമിയിൽ തന്നെ ഇപ്പോൾ ഒരു അറിവ് കിട്ടിയ പ്രകാരമാണെങ്കിൽ അതിന്റെ ഇടയിൽ 3, 4, 5 സെന്റിന് താഴേക്കുള്ളവർക്കൊക്കെ കൊടുത്ത് NOC കൊടുത്തുകൊണ്ട് അവിടെ തന്നെ 2 രീതിയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. ഇവിടെ ഏകദേശം 22-ാം തീയതി എടുക്കാനുള്ള തീരുമാനങ്ങളൊക്കെ നേരത്തെ എടുത്തു വെച്ച് കഴിഞ്ഞു. ആ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞിട്ട് വേണം അത് പുറത്തേക്ക് വിടാനായിട്ട്. വിട്ടുകഴിഞ്ഞാൽ ആളുകളുടെ പണി മേടിക്കും എന്നുള്ളത് അറിയാം. അപ്പം ഈ കാണിക്കുന്നത് ഇദ്ദേഹത്തെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം പറയുന്നതെല്ലാം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അത് അവിടുത്തെ ഭൂമി എങ്ങനെ വഖഫ് ആവുന്നത്? ഇപ്പൊ ശങ്കുട്ടി ദാസ് അതിന്റെ പ്രാമാണികമായ കാര്യം പറഞ്ഞു.
ഹാരിഫ് ഹുസൈൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീതിരുനാൾ മഹാരാജാവിന്റെ ഭൂമി ഇവിടെ പാട്ടത്തിന് കിട്ടിയ ഭൂമി എങ്ങനെയാണ്? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം തമിഴ്നാടിന്റെ ആണല്ലോ, അതും പാട്ടത്തിന് കൊടുത്തതല്ലേ. എന്ത് അവകാശമുണ്ട്? അത് ഇന്ത്യൻ സ്വതന്ത്രമായതിനു ശേഷം അത് പാടില്ലായിരുന്നെങ്കിൽ പോലും പാട്ടക്കരാർ പുതുക്കുകയല്ലേ ഉണ്ടായത്. ഇവിടെ സ്റ്റേറ്റും ഇന്ത്യ ഗവൺമെന്റുമായിട്ട് എന്തെങ്കിലും ഡീഡ് ഉണ്ടായിട്ടുണ്ടോ? ആ കരാർ പുതുക്കുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ തനിക്ക് വാടകയ്ക്ക് ലഭിച്ച ഒരു വസ്തു അത് മറിച്ച് തന്റെ പിൻഗാമികൾക്ക് കൊടുക്കുകയും പിൻഗാമികൾ അത് വിൽക്കാമെന്നൊരു കണ്ടീഷനോട് ഈ ഫറൂഖ് കോളേജിന് കൊടുക്കുകയാണ് ഉണ്ടായത്. ഇത് തന്നെയാണ് ഈ ഭൂമി ഇവിടെ ഇന്ത്യയിൽ വർദ്ധിക്കാനുണ്ടായ കാരണം. കീഴടക്കിയ ഭൂമിയെല്ലാം പിന്നീട് തങ്ങളുടേതാണ്, തങ്ങളുടെ ദൈവത്തിന് തങ്ങൾ വഖഫായി കൊടുത്തതാണെന്ന് പറഞ്ഞോട് അത് എടുക്കുക. ഇപ്പോഴാണെങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചിന്തിക്കാത്ത പല പരിണത ഫലങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇനി ഇതിന്റെയൊക്കെ ഒരു പരിസമാപ്തി ഉണ്ടാകുന്നത് വരെ വ്യക്തമായ ഒരു നല്ല നിയമ ഭേദഗതിയിലൂടെ ഇവരുടെ ഈ അനീതിയെ തടയിടാത്തിടത്തോളം കാലം വിശ്വസിച്ച് ഒരാൾക്ക് ഒരു മുസ്ലിം ബിൽഡറുടെ കയ്യിൽ നിന്ന് ഒരു ഫ്ളാറ്റോ ഒരു വില്ലയോ വാങ്ങാൻ സാധിക്കില്ല, ഒരു ഭൂമി പോലും വാങ്ങാൻ സാധിക്കില്ല. എങ്ങനെയായിരിക്കും? ഓരോരുത്തരുടെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും ലോണും എല്ലാം എടുത്തുകൊണ്ടാണ് ഒരു വീട് മേടിക്കുന്നത്. അത് വീട് മേടിച്ച് അവിടെ മനസമാധാനമായിട്ട് ജീവിച്ചു കഴിയുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ മകളുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ പഠനത്തിനോ ഒക്കെ ആയിട്ട് ഒരു ബാങ്കിനെ സമീപിക്കേണ്ടതായിരിക്കും നിങ്ങളുടെ പോയിട്ട് NOC മേടിച്ചിട്ട് വരാൻ പറയും. എന്തിന്? KSFE പോലും, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പോലും, കേരള സർക്കാരിന് കീഴിലുള്ള ധനകാര്യ സ്ഥാപനം പോലും, നാഷണലൈസ്ഡ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് പോലും ഇപ്പൊ വഖഫിന്റെ NOC ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആരും ഇതുപോലുള്ള ബിൽഡർമാരെ, മുസ്ലിം സമുദായത്തിൽ ബിൽഡർമാരെ കയ്യിൽ നിന്ന് ഇതുപോലുള്ള കെട്ടിടങ്ങളായാലും ഭൂമികളായാലും വാങ്ങുവാൻ മടിക്കും. അതുപോലെ തന്നെ ഈ വാടകയ്ക്ക് എടുക്കുന്ന സ്ഥലം പോലും നാളെ വഖഫാക്കി കൊടുക്കും എന്നുള്ളത് ഭയമുള്ളതുകൊണ്ട് അത് വാടകയ്ക്ക് കൊടുക്കാനും മടിയുണ്ടാവും. അപ്പൊ നിങ്ങൾ ആവശ്യമില്ലാത്ത ഇത്തരം പ്രവൃത്തികളിലൂടെ നിങ്ങൾ പൊതുസമൂഹത്തിൽ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്ന, മനസമാധാനത്തോടെ ജീവിച്ചു പോകുന്ന ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിനോട് ആദ്യം നിങ്ങൾ ആവശ്യപ്പെടുക, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ അല്പമെങ്കിലും മാന്യതയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ വഖഫ് ബോർഡിനോട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ നിങ്ങൾ അവരുടെ അവകാശങ്ങൾ തടഞ്ഞിരിക്കുന്നത് പിൻവലിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്താ അത് ചെയ്യാത്തത്? അതാദ്യം ചെയ്യൂ. യെസ്, വഖഫ് ബോർഡിന്റെ പ്രതിനിധികൾ അവർ മുനമ്പം സന്ദർശിക്കുക. ഇന്നേ വരെ അതുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഈ മഹല്ല കോർഡിനേഷൻ കമ്മിറ്റിയുടെ വക്താക്കൾ ആരെങ്കിലും അവിടെ പോയി പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോൾ ഈ ഫ്ലോറിൽ ഇരുന്ന് പറഞ്ഞില്ല, നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഒപ്പം ഉണ്ടെന്ന്. അവിടെ പോയി പറയുന്നില്ലല്ലോ ആരും. എല്ലാവരും തിരുവനന്തപുരത്തും അതുപോലെ പാലക്കാടൊക്കെ ഇരുന്നിട്ടാണല്ലോ സംസാരിക്കുന്നത്.